രാജ്യത്തൊരു പ്രത്യേക സമയത്താണ് ഭീകരാക്രമണങ്ങൾ നടക്കുന്നത്, ഭീകരർ നുഴഞ്ഞു കയറുന്നത്. ഈ പ്രത്യേക സമയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. BJPക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ബോംബുകൾ പൊട്ടുകയാണ്, ഭീകരർ കടന്നു വരികയാണ്. അത് തന്നെയാണ് വിശേഷണം, സംശയം വേണ്ട. രാജ്യത്ത് പുൽവാമ ഭീകരാക്രമണം നടക്കുന്നത് എപ്പോഴാണ്? കർഷക പ്രശ്നങ്ങൾ, സാമ്പത്തിക തകർച്ച രാജ്യത്ത് വലിയ രീതിയിൽ രാജ്യത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയം, അതുപോലെ തന്നെ നോട്ട് നിരോധനത്തിൻ്റെ തിരിച്ചടികൾ രാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയം, പശുവിൻ്റെ പേരിൽ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയം, അങ്ങനെ BJPക്കെതിരെ തന്നെ വലിയ ഒരു ജനക്കൂട്ടം, ജനവികാരം BJPക്കെതിരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ രാജ്യത്ത് പുൽവാമ ഭീകരാക്രമണം ഉണ്ടാകുന്നു. അതോടുകൂടി രാജ്യത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി മറിയുന്നു. പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കാൻ തങ്ങൾ തയ്യാറായി നിൽക്കുന്നു എന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നു. ഒടുവിൽ ബലാക്കോട്ടിൽ പ്രത്യാക്രമണം നടക്കുന്നു, നിരവധി ഭീകരരെ വധിച്ചു എന്ന് മോദിയും സംഘവും അവകാശപ്പെടുന്നു. എന്നാൽ പിന്നീട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നു ബലാക്കോട്ടിൽ അങ്ങനെയുള്ള ആക്രമണം നടന്നിട്ടില്ല, അതായത് കേന്ദ്ര സർക്കാർ പറയുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടില്ല, അതുമാത്രമല്ല അവിടെ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമായിട്ട് മുന്നോട്ട് വന്ന് റിപ്പോർട്ടുകൾ നൽകുന്നു. അപ്പോൾ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചെടുക്കുന്ന കേന്ദ്ര സർക്കാരിനെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അത് രാജ്യത്ത് അവർക്കെതിരെ പൊതുവികാരം നിലനിൽക്കുമ്പോൾ അതിനെ മായിച്ചു കളയാനുള്ള ചില തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. അമൃത്സറിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഭീകരാക്രമണം പദ്ധതിയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാശ്മീരിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കേന്ദ്ര സർക്കാർ അവിടേക്ക് സൈനികരെ റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഭീകരർ കടന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി കശ്മീരിൽ സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് അത്യാവശ്യം വിവരമുള്ളവർക്ക് ആലോചിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അമിത്ഷാ കശ്മീരിൽ പോവുകയാണ് പോലും. അമിത്ഷാ കശ്മീരിൽ പോയിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് പോലും. ആരാണ് കശ്മീരിൽ പ്രശ്നം സൃഷ്ടിക്കുന്നത്? ആരാണ് അവിടുത്തെ വിഘടനവാദികൾക്ക് പണവും ചില പ്രത്യേക സൗകര്യങ്ങളും നൽകുന്നതെന്നുള്ളത് ചില സമയങ്ങളിൽ പൊതുജനങ്ങൾക്ക് വ്യക്തമായതാണ്. ആ നാടകമൊക്കെ പോക്കറ്റിൽ വെച്ചാൽ മതി. അത് ബുദ്ധിയും വിവരവും ഇല്ലാത്ത ചില ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാൻ താല്പര്യമുണ്ടാകും. അത്തരക്കാരോട് മതി ആ നാടകങ്ങൾ. കശ്മീരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുത്ത് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തല്ലിക്കാനുള്ള ചില നിർണായക നീക്കങ്ങൾ നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാകും. അതുകൊണ്ട് ആ നാടകം നിങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അറിയാം. ആ നാടകത്തെ ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ കത്തി നിൽക്കുന്ന ഉന്നാവോ വിഷയത്തെ നിങ്ങൾ മറപ്പിക്കുമെന്നും അറിയാം. അതുപോലെ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക നില തകർന്നു പോകുന്നത് നിങ്ങൾ മറപ്പിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. ദേശീയത എന്ന ഒരു വികാരത്തെ മുന്നിലിട്ടുകൊണ്ട്, സൈനികരെ മുന്നിലിട്ടുകൊണ്ട് നിങ്ങൾ കളിക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പച്ചയായ മുഖം തന്നെയാണ് കശ്മീരിലെ നിലവിലുള്ള പ്രതിസന്ധികൾ, നിങ്ങൾ സൃഷ്ടിച്ചെടുത്ത പ്രതിസന്ധികൾ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ നാടകമാണ്. പൊതുജനം തിരിച്ചറിയണം സംഘപരിവാറിന്റെ ഇത്തരത്തിലുള്ള നെറികെട്ട രാഷ്ട്രീയം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.